ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 29-30 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കയില്ല. സംഖ്യാപുസ്തകം 26-64-65. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകുമെന്ന് യഹോവ അവരെക്കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫുന്നയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ ഒരു വലിയ ചരിത്രമാണ് ഇവിടെ നാം വിവരിച്ച് കേട്ടത്. ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തിയുള്ള ഭാഗമാണ് ദൈവം പ്രതീക്ഷിച്ച് വിളിച്ച് വേർതിരിച്ച അബ്രഹാമിൻ്റെ സന്തതിയാണ് 430 സംവത്സരം മിസ്രൈമിൽ അടിമനുഖത്തിലായത്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത പ്രകാരം 430 വർഷം കഴിഞ്ഞ് മോശയിൽ കൂടെ ദൈവം ഈ ജനത്തെ വിടുവിച്ചു. 430 സംവത്സരം മിസ്രൈമിൽ ജീവിച്ചപ്പോൾ മിസ്രൈമിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കൊണ്ടും ഒരു പുതിയ തലമുറയാണ് അവിടെ ഉണ്ടായിരുന്നത്. അബ്രഹാമിൻ്റെ യഹോവയായ ദൈവത്തെ അവർക്ക് പരിചയമില്ല, പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അടിമനുഖത്തിൽ ചാട്ടവാറിൻ്റെ അടിയേറ്റ് വലഞ്ഞു പോയ ഒരു വലിയൊരു കൂട്ടം ജനം, ഏതാണ്ട് 6 ലക്ഷം പുരുഷന്മാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കുമ്പോൾ ഏതാണ്ട് 25 ലക്ഷം ജനങ്ങൾ വരാം. ദൈവം തൻ്റെ അത്ഭുത കരം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ട് ഈ മിസ്രൈമിൻ്റെ ഇരുമ്പുലക്കയിൽ നിന്നും അവരെ വിടുവിച്ച് കൊണ്ടുവന്ന ചരിത്രമാണ് പഴയ നിയമത്തിലെ വളരെ പ്രസക്തമായ കാര്യങ്ങൾ. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് 40 വർഷം ഈ ജനം പിന്നിട്ടു. അവർക്ക് ഈ യുദ്ധം എന്തെന്നറിയാൻ പാടില്ല. ഏതാണ്ട് 11, 12 അല്ലെ 13 ദിവസം കൊണ്ട് മിസ്രൈമിൽ നിന്നും കനാൻ ദേശത്തേക്ക് എത്താമായിരുന്നെങ്കിലും അവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഫെലിസ്ത ദേശത്തൂടെ പോകേണ്ടതുള്ളതുകൊണ്ട് യുദ്ധം അറിയാത്ത ജനത്തിന് അവിടെ ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്നുള്ള പേടി കൊണ്ട് മരുഭൂമി വഴിയായിട്ടാണ് പോകുന്നത്. അവരങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അവകാശമാക്കുന്നുള്ള മോഹന പ്രതീക്ഷയോടുകൂടിയാണ് അവരെ അവിടുന്ന് ഇറക്കി കൊണ്ടുവന്നത്. അവരെ സംബന്ധിച്ച് ചാട്ടവാറിൻ്റെ അടി മാത്രമേ ഉള്ളൂ അവരുടെ പ്രശ്നം. അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, ജഡിയ ഇമ്പങ്ങളൊക്കെ അനുഭവിക്കാം, എല്ലാ ഭക്ഷണസുഖങ്ങളും എല്ലാം ഉണ്ട്. അവസാനം വന്നപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് വന്ന് ദൈവത്തോട് നിലവിളിച്ച ദൈവം അവരുടെ നിലവിളി കേട്ടിട്ടാണ് അവർ ഇറക്കിക്കൊണ്ടുവന്നത്. ഈ മിസ്രൈമിൽ നിന്ന് വന്ന ജനത്തിന് അല്പം പോലും മാനസാന്തരമില്ല. സമ്മിശ്ര ജാതി എന്നാണ് വേദപുസ്തകം പറയുന്ന മുഴുവനും. ഇവരെ അങ്ങനെ തന്നെ കനാൻ ദേശത്ത് കൊണ്ടുപോയാൽ മിസ്രൈം ദേശത്ത് ജീവിച്ച പോലെ തന്നെ അവരവിടെ ജീവിക്കും. അവർക്കൊരു വലിയ രൂപാന്തരം വേണം. ദൈവജനം ഏത് അഴുക്കിൽ കിടന്നാലും അവരെ വിളിച്ച ദൈവത്തിൻ്റെ സ്നേഹം വിളിച്ച് വേർതിരിക്കുമ്പോൾ അവർക്കൊരു രൂപാന്തരം വേണം. ഒരു പുതിയ സൃഷ്ടിയാണെങ്കിൽ മാത്രമേ കനാൻ ദേശത്ത് പാർക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഈ നൂറ്റാണ്ട് ജീവിച്ചാലും നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം കിട്ടുന്നുണ്ട്. നാം എല്ലാം മിസ്രൈമി അടിമനുഖത്തിലാണ് നമ്മുടെ ഒരു കഴിഞ്ഞ കാലം. അറിയായ്മയുടെ ഒരു കാലമെന്ന് വേദപുസ്തകം അപ്പോസ്തലപ്രവൃത്തിയിൽ പറയും. സാത്താനെ അടിമപ്പെട്ട് കിടന്ന കാലം, പാപത്തിൽ കഴിഞ്ഞൊരു കാലം, ജീവനുള്ള ദൈവത്തെ അറിയാത്തൊരു കാലം, വീണ്ടെടുപ്പുകാരനെ മനസ്സിലാകാത്തൊരു കാലം, കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് ക്രൂശിൽ മരിച്ചെന്ന് പോലും അറിയാത്തൊരു കാലം.
പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കാലത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഓരോരുത്തരെയും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിക്കുന്നത്. അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വർഗരാജ്യത്ത് എത്തിക്കാൻ പറ്റില്ല. അവരെ കൊണ്ട് ദൈവത്തിൻ്റെ വേലയും ചെയ്യിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മരുഭൂമി യാത്രയാകുന്ന ഈ ഭൂമിയിലെ ജീവിതം വാസ്തവം പറഞ്ഞാൽ ശുദ്ധീകരണത്തിൻ്റെ ഒരു കാലമാണ്. നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപവും പാപപ്രവണതയും പാപ സ്വഭാവവും തിരിച്ചറിഞ്ഞ് ജീവനുള്ള ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചുവട്ടിയിരുന്ന് പാപക്കറകൾ കണ്ടുപിടിച്ച് കഴുകിയെടുത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ, സന്തോഷം കിട്ടുകയുള്ളൂ, ആശ്വാസം കിട്ടുകയുള്ളൂ, പ്രത്യാശ കിട്ടുകയുള്ളൂ. ഒരു വാഗ്ദത്ത ദേശത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റുകയുള്ളൂ. പോരാ, ഇവിടെ ദൈവത്തിൻ്റെ വേല ചെയ്യാനും പറ്റുകയുള്ളൂ. ഈ ജനം കാദേശ് ബർന്നേയിൽ വന്നപ്പോൾ മോശ 12 ഗോത്രത്തിലുള്ള ഓരോരുത്തരെയും വിളിച്ചിട്ട് അവിടെ കനാൻ ദേശത്തിൻ്റെ അനുഭവങ്ങൾ ഉറ്റുനോക്കാനായിട്ട് പറഞ്ഞു വിട്ടു. അതിൽ 2 ഗോത്രത്തിലുള്ളവരാണ് യോശുവയും കാലേബും. വളരെ ചുരുക്കത്തിൽ ഞാൻ പറയുകയാണ്. ഈ ജനത്തെ പറഞ്ഞയച്ച ശേഷം 40 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജനം മടങ്ങി വന്നു. 10 പേര് വ്യക്തമായിട്ട് പറഞ്ഞു, നല്ല ദേശമാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്, അവിടുത്തെ ഫലവൃക്ഷങ്ങളെല്ലാം കൊണ്ടുവന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമുക്കത് അവകാശമാക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ 2 പേരുടെ കാര്യമാണ്, കാലേബും യോശുവയും. ആദ്യത്തെ എൻ്റെ പ്രശ്നത്തിൽ കാലേബിന് ഉള്ള വ്യത്യാസം എന്താണ്? 25 ലക്ഷത്തിൽ നിന്ന് വ്യത്യസ്തനായി കാലേബിന് എന്തുണ്ട്? കാലേബ് എങ്ങനെ കനാൻ ദേശം അവകാശമാക്കി? 25 ലക്ഷം എന്ന് പറയുന്ന നിസ്സാര ജനക്കൂട്ടമല്ല. 25 ലക്ഷത്തിൽ നിന്ന് വ്യത്യസ്തനായി കാലേബിന് എന്തുണ്ടായി? ഇത് ഈ ഭൂമി ജീവിക്കുന്ന ലക്ഷോപലക്ഷം കോടാനുകോടി ജനങ്ങളുടെ നടുവിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പ്രധാനപ്പെട്ട കാര്യം. കാലേബിന് കനാൻ ദേശത്തെ അവകാശമാക്കാൻ സാധിച്ചത് വെറുതെ ദൈവത്തിന് മുഖോഷമുള്ളതുകൊണ്ടല്ല. കാലേബിന് ചില പ്രത്യേകതകളുണ്ട്. അതാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഈ കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയ 10 പേര് പറഞ്ഞു, ദേശം നല്ല ദേശമാണ്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് പിടിച്ചടക്കാൻ പറ്റില്ല. കാരണം അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, നമുക്കവരെ കീഴടക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കേട്ട ജനം അവരുടെ മനോധൈര്യം മുഴുവൻ ക്ഷയിച്ചു പോയി. ആ സമയത്താണ് യെഫുന്നെയുടെ മകനായ കാലേബും നൂൻ്റെ മകനായ യോശുവയും ധൈര്യത്തോടെ നിന്നിട്ട് പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജയിച്ചടക്കാം. അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്, മനോഹരമായ ദേശമാണ്. ആ ദേശം സത്യമായും നല്ല ദേശം തന്നെയാണ്. മരുഭൂമി യാത്രയിൽ അവർ പലപ്പോഴും മുഷിഞ്ഞു പോയി എങ്കിലും കാലേബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദേശം നമുക്ക് കൈവശമാക്കാൻ പറ്റും, പക്ഷെ ദൈവം നമ്മോട് കൂടെ വേണം. ദൈവത്തിലുള്ള ആശ്രയം. കാലേബ് എന്താണ് പറഞ്ഞത്? കാലേബിന് അവിടെ ആ തളർന്നുപോയ ദൈവജനത്തിന് പ്രത്യാശ കൊടുക്കാൻ തക്കവണ്ണം പറഞ്ഞു, നമുക്കത് സാധിക്കും. നമ്മൾ ഇതുവരെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്, ആ ദൈവം നമ്മളെ അക്കരെ ദേശത്ത് എത്തിക്കും. ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല, അനാക്യമല്ലന്മാരൊന്നും വിഷയമല്ല, അവരെ നമുക്ക് ജയിച്ചടക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, 12 പേരിൽ 2 പേര് വ്യത്യസ്തരായി നിന്നു. വളരെ ചെറിയൊരു മൈനോറിറ്റി. ഇന്നും ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങൾ നല്ല 99% ജനങ്ങളും ദൈവത്തെ അറിയാതെ, ദൈവവഴി അറിയാതെ, ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പാപത്തിൻ്റെയും പിന്നാലെ പോകുമ്പോൾ ഒരു ചെറിയ ബെയർ മൈനോറിറ്റി എന്ന് പറയാം, ഒരു ചെറിയ ന്യൂനപക്ഷം ദൈവത്തെ അറിയുന്നു, തിരിച്ചറിയുന്നു, സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ വക്താക്കളായി ഈ ഭൂമി നിൽക്കുന്നു. എത്ര സുന്ദരമാണ്! നമുക്കറിയാം, ഈ 14:24 സംഖ്യാപുസ്തകം 14:24 പറയുന്നുണ്ട് കാലേബിൻ്റെ പ്രത്യേകത എന്താണ്. കാലേബിന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യമാണ് വേറൊരു സ്വഭാവം. പരിസരത്തുള്ള ജനത്തിൻ്റെ യാതൊരു കൾച്ചറും ഇല്ല കാലേബിന്. പാരമ്പര്യത്തിൻ്റെ യാതൊരു തിരത്തള്ളലും കാലേബിനില്ല. കാലേബിനെ വ്യത്യസ്തനാക്കിയത് അവന് വേറൊരു ഹൃദയം ഉണ്ടായിരുന്നു. ദൈവം കൊടുത്തു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ വേറൊരു ഹൃദയം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ വേറൊരു ഹൃദയം ഉണ്ടാകുന്നത്? പ്രിയപ്പെട്ടവരെ, നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ എല്ലാവർക്കും അവർക്കൊക്കെ അറിയാം
ഫറവോൻ എന്ന് പറഞ്ഞ ശക്തനായ രാജാവാണ്. അവൻ്റെ സൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തിയുള്ളതാണ്. ആ ഫറവോൻ്റെ അടിമനുഖത്തിൽ നിന്ന് 25 ലക്ഷം ജനത്തെ വിടുവിക്കുക എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, യുദ്ധം കൊണ്ടല്ല. ദൈവത്തിൻ്റെ ശക്തി അവിടെ ഫറവോനെ കീഴടക്കിയത് ഈ കാലേബ് മനസ്സിലാക്കി. ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി, സർവശക്തനായ ദൈവമാണെന്ന് മനസ്സിലാക്കി. ആ ദൈവം ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ചത് ആരുടെയും എടുക്കൊണ്ടൊന്നുമല്ല, മോശയുടെ മിടുക്കല്ല, മോശയുടെ വടിയല്ല, മോശയുടെ കൈയല്ല. ദൈവത്തിൻ്റെ വചനം മോശ അനുസരിച്ചു, ചെങ്കടൽ രണ്ടായിട്ട് മാറി. അവർ 40 വർഷം മരുഭൂമിയിൽ കൂടെ ജീവിക്കുമ്പോൾ അവർ കാണുന്നുണ്ട് ജനത്തെ നടത്തിയത്. അവർ കൃഷി ചെയ്തില്ല, അവരുടെ വസ്ത്രത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല, ചെരുപ്പിനെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല. അവരുടെ യാതൊരു മനുഷ്യനും ഒരു രോഗവും ഉണ്ടായിരുന്നില്ലെന്നാണ് പറയണത്. എന്തൊരത്ഭുതം! കൊച്ചുകുട്ടി തൊട്ട് പടുവൃദ്ധൻ വരെ ഈ യാത്ര ചെയ്യാനുള്ള എല്ലാ ആരോഗ്യം അവർക്കുണ്ടായിരുന്നു. ഭൗതികമായ എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് കൊടുത്തു. അവർക്ക് ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് കൊടുത്തു. അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ദൈവം അവരുടെ യാത്രയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു. പകൽ മേഘസ്തംഭം കൊടുത്തു, രാത്രി അഗ്നിസ്തംഭം കൊടുത്തു. സിയോൻ യാത്രക്കാരനാണോ അവന് വേണ്ടി ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇന്നത്തെ കാലത്തെ ഒരു മനുഷ്യന് മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഞാൻ അധ്വാനിക്കണ്ടേ, ഞാൻ പാടുപെടണ്ടേ, എൻ്റെ കാര്യം ഞാൻ നോക്കണ്ടേ എന്നൊക്കെ പറയുന്ന അനേകരെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ തന്നെ പറയും, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും, അത് നിങ്ങളുടെ വിഷയമല്ല, അത് ഞാൻ നോക്കിക്കോളാം. ഒരു കാര്യം, മുമ്പേ എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കാൻ തിരിച്ചാൽ നിൻ്റെ സകല കാര്യവും ഭൂമിയിലെ കാര്യവും ഞാൻ നോക്കിക്കൊള്ളാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതാണ് ഈ അവിശ്വാസം എന്ന് പറഞ്ഞത്. എന്നെ കരുതുന്നൊരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഭൂമിയിലെ കാര്യം മുഴുവൻ നോക്കാമെന്ന് പറയുന്നത്, എൻ്റെ കാര്യം നോക്ക്, നിൻ്റെ കാര്യം ഞാൻ നോക്കും, നീ എൻ്റെ കാര്യം നോക്കണം. അദൃശ്യനായ ദൈവം, കണ്ണുകൊണ്ട് കാണാത്ത ദൈവം, ആ ദൈവത്തെ കാലേബ് വിശ്വസിച്ചു. അവൻ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി. ഈ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ലതെന്ന് കാലേബിന് മനസ്സിലായി. ചുറ്റുപാടുമുള്ള ജനത്തിൻ്റെ സ്വഭാവത്തോടെല്ലാം കാലേബ് യാത്ര പറഞ്ഞു. ഈ ദൈവത്തെ സ്നേഹിക്കണം, ഈ ദൈവത്തിൻ്റെ പിന്നാലെ പോകണം. അവൻ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് കാണും. ഈ സമീപത്തുള്ള ജനത്തെപ്പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം മിസ്രൈമെ കൾച്ചർ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണം. എനിക്ക് കനാൻ ദേശം അവകാശമാക്കണം. എനിക്കും എൻ്റെ കുടുംബത്തെയും എനിക്ക് രക്ഷപ്രാപിക്കണം. അവിടെ നിന്നെ പ്രസാദിപ്പിച്ച് എനിക്ക് അവിടെ ജീവിക്കണം. എനിക്കൊരു വേറൊരു ഹൃദയം വേണം. എൻ്റെ പ്രിയരെ, അവന് വേറൊരു ഹൃദയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചുമ്മാതെ കിട്ടിയൊന്നുമല്ല, അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചതാണ്. ഇന്നത്തെ തലമുറയിൽ നിങ്ങൾ ഓരോരുത്തരും വചനം കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കണമേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അധ്വാനം ഉണ്ടോ? എൻ്റെ ഹൃദയം ശരിയല്ല, പിശാചിൻ്റെ അവകാശമുള്ളതാണ് എൻ്റെ ഹൃദയം. ഞാൻ പലപ്പോഴും പാപത്തിലേക്ക് പോകുന്നു. എൻ്റെ ദൈവം പറഞ്ഞ കൽപ്പനകളൊന്നും അനുസരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്കെൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കർത്താവെ, ഞാൻ എന്ത് ചെയ്യണ്ടു? ഞാൻ നശിക്കുമല്ലോ, ഞാൻ നിത്യയാതനാസ്ഥലത്തേക്ക് ഞാൻ പോകുമല്ലോ, എൻ്റെ ആത്മാവിൻ്റെ കാര്യം ആര് നോക്കും എന്ന് നിലവിളിക്കുന്ന എത്ര പേരുണ്ട്? തങ്ങളുടെ അകൃത്യങ്ങളെ ഓർത്ത് നിലവിളിക്കുന്നവരുടെ നെറ്റിമേൽ അടയാളപ്പെടണമെന്ന് എസ്കേൽ പ്രചരണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ കരയുന്ന എത്ര പേരുണ്ട്? സ്വന്തം അവസ്ഥ മനസ്സിലാക്കി പാരമ്പര്യത്തെ ശാപം പേറിക്കൊണ്ട് സാത്താൻ്റെ അടിമച്ചങ്ങലയിലാണ് ഞാനെന്ന തിരിച്ചറിവുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഈ ചങ്ങല പൊട്ടിക്കണം, എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ക്രിസ്തു കൊണ്ട് അവൻ അതിനു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചങ്ങല പൊട്ടിച്ച സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന എത്ര പേരുണ്ട്? പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരാധന കിട്ടുന്നത് ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ്. പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും അഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോഴാണ് ആരാധന തുടങ്ങുന്നത്. ആരാധിപ്പാൻ വിളിച്ചു കയറിച്ചാൽ നമ്മൾ ഓരോരുത്തരും. ആരാധനയുണ്ടോ സഹോദര? ഹൃദയത്തിൽ എന്താണ് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത്? ഒരു സമാധാനമുണ്ടോ? ഒരു സന്തോഷമുണ്ടോ? കുടുംബജീവിതം സ്വസ്ഥമാണോ? മക്കൾ നേരായ പാതയിലാണോ പോകുന്നത്? പ്രാർത്ഥിക്കാൻ ഒരു സന്തോഷമുണ്ടോ? ഏകാഗ്രതയുണ്ടോ? ആത്മാവിൻ്റെ ബന്ധമുണ്ടോ? ഹൃദയം മാറിയോ? അതോ ഇപ്പോഴും പഴുതാണ്? ഒരു നിസ്സാര കാര്യം വീഴുമ്പോൾ ചുണ്ടി വരുന്ന സ്വഭാവമാണോ? പിതാക്കന്മാർ തന്നിരിക്കുന്ന സ്വഭാവമൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും പറയും, പാമ്പ് മനുഷ്യനെ കണ്ട ഓടിപ്പോകും, പക്ഷെ ചവിട്ടിയൊക്കെ അടിച്ചു കളയും. ഓരോ മനുഷ്യനും ഇങ്ങനെയാണ്. പുറമേ എല്ലാം നല്ലവരാണ്, പക്ഷെ കാര്യത്തെ തൊടുന്നൊരു കാര്യം വരുമ്പോൾ തനി സ്വഭാവം വെളി വരും.
അവൻ ഈർഷ്യ വരും, ദേഷ്യം വരും, വാശി വരും, വൈരാഗ്യം വരും, ഭിന്നത വരും, അസൂയ വരും, പിണക്കം വരും, എല്ലാം വരും. ഇതല്ല ക്രിസ്ത്യ ജീവിതം. കാലേബ് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അവൻ്റെ ജീവിതകാലത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെ കണ്ടപ്പോൾ ഒരു ദൈവത്തെ കൊണ്ട് എൻ്റെ ഹൃദയം മാറ്റാമെന്ന് തീരുമാനിച്ചു. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലപ്പോൾ എൻ്റെ ഹൃദയം മാറാൻ പറ്റുമല്ലോ, എനിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമല്ലോ, എനിക്കും ദൈവത്തെ അനുഭവിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്ത വന്നു. അതിൽ കൂടി അവനൊരു നല്ല ഹൃദയം സമ്പാദിച്ചു. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് പൂർണ്ണമായി അനുസരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവഭയം ഇന്നത്തെ കാലത്തില്ലാത്ത വലിയൊരു പ്രശ്നമാണ്. ദൈവഭയം. എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ഹൃദയം കണ്ടിട്ട് ദുഃഖിക്കുന്നൊരു ദൈവമുണ്ട്, എന്നിൽ പിശാച് അവകാശം പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്ന കണ്ടിട്ടും ദുഃഖിക്കുന്ന ഒരു ദൈവമുണ്ട്. തൻ്റെ സ്വന്തം പുത്രനെ ക്രൂശിലേക്ക് വിട്ടിട്ടും എൻ്റെ ബന്ധനം അഴിയുന്നില്ല, എന്നിൽ നിന്ന് പാപം മാറുന്നില്ല, എൻ്റെ സ്വഭാവം മാറുന്നില്ല, ഇന്നും പഴയ മനുഷ്യനിരിക്കുന്നു. ഞാൻ വിശുദ്ധന്മാരാരാധിക്കുന്ന സ്ഥലത്ത് ചെല്ലേണ്ടവനാണെന്നുള്ള ബോധം എന്നെ ഭരിക്കുന്നില്ല. അതാ ദൈവഭയമില്ലെന്ന് പറഞ്ഞൊരു കാര്യം. ഈ അവസ്ഥയിൽ പോയാൽ ഞാൻ യാത്രാ സ്ഥലത്തെ പോകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന എത്ര പേരുണ്ട്. കാലേബ് നേടിയെടുത്തു. അവന് ദൈവഭയമുണ്ടായിരുന്നു. ഈ ദൈവം എന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നത് ശരിയാണ്, പക്ഷെ ദൈവം നേരായ പാതയിൽ പോകാനുള്ള കൽപ്പന തന്നിട്ടുണ്ട്. ആ കൽപ്പന ലംഘിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം മാറിപ്പോകും. ദൈവത്തെ ഭയപ്പെട്ടു. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച്, ഒരു ദൈവഭയം ഉണ്ടോ? നമ്മൾ തന്നെത്താൻ സെൽഫ് ഡിസിപ്ലിൻ ആകില്ലേ? ആകാൻ പറ്റുന്നില്ലയോ? ദൈവസനെ കിടന്ന് നിലവിളിക്കില്ലേ? ദൈവസനെ കിടന്ന് നിലവിളിച്ച് പ്രാപിക്കുന്നവനാണ് വില കൊടുത്ത് വാങ്ങിക്കാമെന്ന് പറഞ്ഞത്. എൻ്റെ ഹൃദയം ശരിയല്ല, ആരുടെ ഹൃദയം ശരിയല്ല. പക്ഷേ ഈ ആയുസ് എന്തിനാ തന്നിരിക്കണം? പണം ഉണ്ടാക്കാനല്ല, സുഖമായി ജീവിക്കാനൊന്നുമല്ല, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാനൊന്നുമല്ല, സുഖലോലുപതനായി ജീവിക്കാനൊന്നുമല്ല. വലിയൊരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഹൃദയം, ഇത് ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ ആത്മാവിനെ വസിക്കാനുള്ള കൂടാരമാണ്. ഈ കൂടാരം ദൈവത്തിന് അനുയോജ്യമായ രീതിയിൽ വിശുദ്ധിക്കായി വേർതിരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ അവിടെ സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. അത് നീ ചെയ്യുന്നില്ലേ, നീ നിൻ്റെ കുടുംബം നശിക്കും. മൂന്നാമത്തെ കാര്യമാണ്, ദൈവം വാഗ്ദത്തം ചെയ്ത പാലും തേനും വിടുന്ന കനാൻ ദേശം സ്വന്തമാക്കാൻ എനിക്ക് കഴിയുമെന്നവൻ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ പ്രത്യാശയാണ്. ജീവിതത്തിൽ നിന്ന് പാപം മാറുന്നവർക്ക് മാത്രമേ ഈ പ്രത്യാശ കിട്ടുകയുള്ളൂ. ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നും എനിക്ക് വേണ്ടി ഉന്നതമായ വിശുദ്ധന്മാരുടെ നിലവാരത്തിലേക്ക് എന്നെ ഉയർത്തുമെന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഇരുത്തും. ചുമ്മാ പറഞ്ഞാൽ കിട്ടുമോ? ദൈവത്തിന് മോഹമുണ്ടോ? ഒട്ടുമില്ല. പക്ഷെ ഈ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്യണമെന്ന് ഇരുന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ലോകത്തിൽ തിരക്കുണ്ട്, ശരിയാണ്, എല്ലാവർക്കും തിരക്കുണ്ട്. ഈ തിരക്കിനിടയിൽ പ്രധാനപ്പെട്ട കാര്യം മറന്നു പോകരുത്. ഇന്ന് അനേകര പ്രധാനപ്പെട്ട കാര്യം മറന്നിട്ട് അപ്രധാനമായ കാര്യത്തിന് വേണ്ടി ജീവിതം ചെലവഴിക്കുകയാണ്, സമയം ചെലവഴിക്കുകയാണ്. നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്, സമയം ചെലവഴിക്കുകയാണ്, ആരോഗ്യം ചെലവഴിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കാലേബിന് എവിടെ നിന്ന് കിട്ടി? ദൈവം പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് തരും. ആ ദൈവത്തെ വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? ദൈവത്തെ വിശ്വസിക്കാൻ തക്കവണ്ണം തന്നെ ഹൃദയം മാറ്റിയെടുത്തു. പാപമുള്ള ഹൃദയത്തിന് ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റില്ല. പാപമുള്ള ഹൃദയത്തിൽ ഒരിക്കലും വിശ്വസിക്കാനും പറ്റത്തില്ല. ഒരു വാഗ്ദത്ത ദേശം. അല്ല, ഞാൻ സ്നേഹത്തോട് ചോദിച്ചു, കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആർക്കാ വിശ്വാസം എന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളവർക്ക് ആ വിശ്വാസം കിട്ടും. ആ പരിശുദ്ധാത്മാവ് എപ്പോഴും നമുക്ക് പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കും, മകനെ, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കരുത്, പാപത്തിന് പിന്നാലെ പോകല്ലേ, പിശാചിന് ഇടം കൊടുക്കല്ലേ, നിൻ്റെ സ്ഥലം സ്വർഗീയ സ്ഥലമാണ്, അവിടെ നിനക്ക് വേണ്ടി സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ അത് നേടിയെടുത്തില്ലെങ്കിൽ നിനക്ക് മഹാനഷ്ടമാണ്. ഇങ്ങനെ അകത്തിരുന്നൊരു ഉപദേശിക്കുന്ന ഒരു ഉപദേഷ്ടാവുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിനെ ഉണ്ടോ? ഉയരത്തിലേക്ക് ചിന്തകൾ പോകുന്ന പരിശുദ്ധാത്മാവ്, എപ്പോഴും സന്തോഷവും സമാധാനവും തരുന്ന പരിശുദ്ധാത്മാവ്, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, പാപത്തോട് അറപ്പും വെറുപ്പുമുള്ള പരിശുദ്ധാത്മാവ്, ദൈവത്തെ എപ്പോഴും കണ്ണിന് മുമ്പിൽ കാണിച്ചിരുന്ന ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ണിന് മുമ്പിൽ വരച്ച് കെട്ടി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. സഹോദരൻ ഉണ്ടോ? നഷ്ടമാക്കി കളയല്ലേ ആയുസ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം.
അവസാനത്തെ കാര്യം, ദൈവത്തോട് പറ്റിച്ചേർന്ന് 14:8-14 ഒന്ന് വായിക്കാം. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുവുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിച്ചേർന്ന്. അതിൻ്റെ 14 വായിച്ചേ. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് പൂർണ്ണമായി പറ്റി. എനിക്കൊരു വലിയ അത്ഭുതമുള്ളൊരു കാര്യമാണ്, പൂർണ്ണമായി ഒരു മനുഷ്യൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. വാക്ക് കേൾക്കാനൊക്കെ കൊള്ളാം, സാധിക്കുമോ? പഴയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചോ കാൽവരി ക്രൂശിനെ കുറിച്ചോ രക്തത്തെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ ഒന്നും അറിയാത്തൊരു മനുഷ്യൻ, അവൻ നേടിയെടുത്തൊരു വലിയ സ്വത്തുണ്ട്. ദൈവം സാക്ഷി വെച്ചിരിക്കുകയാണ്, അവൻ എന്നോട് പറ്റിച്ചേർന്ന് നിന്നു. നമുക്കിതൊക്കെ വലിയ അത്ഭുതമായിരിക്കും. നമ്മളൊക്കെ ഇത് അസാധ്യമായിട്ട് കേട്ടിട്ട് അങ്ങ് തള്ളിക്കളയും. ഈ വചനം കേൾക്കുന്ന എത്ര പേര് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ ചടങ്ങ് പോലെ വചനം കേൾക്കുന്നു. വേറെ പുസ്തകത്തുള്ളതാണോ ആവോ അറിയാൻ പാടില്ല. ആണെങ്കിലോ ഇതെൻ്റെ ജീവിതത്തെ എനിക്ക് സ്വന്തമാക്കണമെന്ന് തീരുമാനം എത്ര പേരുണ്ട്? ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവവും ഞാനുമായിട്ട് ഒറ്റ ആത്മാവായിട്ട് നിൽക്കുക. അങ്ങനെയെങ്കിലല്ലേ ഈ ഹൃദയത്തിൽ ദൈവം വന്ന് വസിക്കുകയുള്ളൂ. രണ്ടുപേരും ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് അടക്കാൻ പറ്റില്ലെന്ന് വചനം പറയുന്നു. ദൈവത്തിന് എന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണ്ടേ? എൻ്റെ പ്രകൃതി അവനെ സ്വീകരിക്കാൻ പറ്റണ്ടേ? ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൽ ശാന്തമായിട്ട് വന്ന് പാർക്കാൻ പറ്റണ്ടേ? എങ്കിലല്ലേ എന്നെ രൂപാന്തരപ്പെടുത്താൻ പറ്റുള്ളൂ. എങ്കിലെന്നെ ദൈവത്തിൻ്റെ വേല എന്നെക്കൊണ്ട് ജയിക്കാൻ പറ്റുള്ളൂ. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ കാലേബ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ? ഞാൻ കാര്യം പഴയ നിയമത്തിലെ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷേ ഞാൻ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തോട് പറ്റിച്ചേരുന്ന ഒരു ഹൃദയം സമ്പാദിക്കാൻ സാധ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ സെക്കൻഡും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റും. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ചിന്ത പാളിപ്പോവില്ല, വേണ്ടത്തിലേക്ക് പോവില്ല. ലോകത്തിൽ പലതും കാണും, കണ്ണിന് പോയി പലതും കാണും, ആകർഷണമായ പലതും കാണും, ആഗ്രഹിക്കത്തക്ക പലതും കാണും. പക്ഷെ അതൊന്നും തൊടില്ല. കാരണം കുരിശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ വെറുതെ ഇങ്ങനെ വചനം കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ വിലപ്പെട്ട നിധിയാണ് ജീവനുള്ള ദൈവം സ്വന്തമായിട്ട് ഹൃദയത്തിൽ ചേക്കേറ്റുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പേര് ആ സ്നേഹത്തെ തിരിച്ചറിയുന്നുണ്ട്? പിശാച് നിറഞ്ഞാടിയ ഹൃദയമായിരിക്കാം. പക്ഷേ ഒരു സമയം വരുമ്പോൾ ഒരു വലിയ കടുത്ത തീരുമാനമെടുക്കും. ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ വിളി ലഭിച്ചവനാണ്, ദൈവത്തിൻ്റെ ആശയമുള്ളവനാണ്, ദൈവം കണ്ടവനാണ്, ദൈവം പ്രതീക്ഷയോട് വിളിച്ച് വേർതിരിച്ചതാണ്, ദൈവം തൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നതാണ്, ദൈവത്തിൻ്റെ ആ വേല എന്നെക്കൊണ്ട് ചെയ്യിക്കാൻ അവൻ കൊതിക്കുകയാണ്. അവന് വേറെ ആരുമില്ല. യെരമ്യാപ്രവചനം പറയാൻ ദൈവം ഇരുന്ന് കരയുന്ന ഒരു കാഴ്ചയുണ്ട് ഇവിടെ. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയല്ലോ, കരയുന്നൊരു ദൈവം. ഇന്നും ഈ സമയത്ത് ആ കരച്ചിലിന് പ്രസക്തിയുണ്ട്. എൻ്റെ കാര്യം നോക്കാൻ ആരുണ്ട്? എൻ്റെ വേല ചെയ്യാൻ ആരുണ്ട്? എൻ്റെ വചനം പറയാൻ ആരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ജനത്തെ നേർപാതയിൽ നടത്താൻ അനുഭവമുള്ള ഒരു വേലക്കാരൻ ആരുണ്ട്? എൻ്റെ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ, ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ ആരുണ്ടെന്നാണ് ദൈവം ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് നേടിയെടുക്കണ്ടേ? ദൈവഭയം നമ്മളെ നയിക്കുന്നുണ്ടോ? ദൈവം ദുഃഖിക്കുമെന്നുള്ള ബോധമുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ ദൈവം ദുഃഖിക്കും? ഇല്ല, എന്നെ എനിക്ക് കിട്ടില്ല. കർത്താവെ, നിന്നെ ദുഃഖിപ്പിക്കുക. ഇന്ന് പകൽക്കാലം എനിക്ക് ജീവിക്കണം. എൻ്റെ ചിന്ത നീ നിയന്ത്രിക്കണം, എൻ്റെ കണ്ണ് നിയന്ത്രിക്കണം, എൻ്റെ വികാരം നിയന്ത്രിക്കണം, എൻ്റെ കാലും കൈയും നിയന്ത്രിക്കണം. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതം നിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. നിർബന്ധം എത്ര പേർക്കുണ്ട്? 2, നിത്യജീവൻ്റെ ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഞാൻ ഈ ഭൂമി ജീവിക്കുന്ന ലോകത്തിന് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല. എനിക്ക് നിത്യജീവൻ ഉറപ്പ് സമ്പാദിക്കണം. അതിന് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും എനിക്ക് പാളിച്ചകളുണ്ട്, പഴയ പാപത്തിൻ്റെ വേരുകളുണ്ട്. ഇതെനിക്ക് കത്തിച്ചാമ്പലാക്കി തീർക്കണം. നിത്യജീവന് വേണ്ടി ഒരുങ്ങുന്ന ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പറ്റിച്ചേർന്നു കാലേബ് എന്ന് പറയുന്ന നിസ്സാരമായ കാര്യമല്ല. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ യോശുവയും കാലേബും ഒരുമിച്ച് ഒരുപോലെ വന്നവരാ. ഒരു സമയം വന്നപ്പോൾ നേതൃസ്ഥാനം യോശുവയ്ക്ക് കിട്ടി. കാലേബിന് വല്ല പരിഭവമുണ്ടോ? സ്വാഭാവികമാണ്.
അതിതേജസ്സേറിയ ശുശ്രൂഷ ചെയ്ത ആ മോശയുടെ പിൻഗാമിയായിട്ട് ജനത്തെ നയിക്കാൻ വേണ്ടി നടത്താൻ വേണ്ടി ദൈവം കണ്ട യോശുവയാണ്. കാലേബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. പറ്റിച്ചേർന്ന് നിന്നു, വേറെ ഹൃദയം ഉണ്ടായിരുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ നായകനാക്കിയത് യോശുവയാണ്. പരിഭവമുണ്ടോ? എൻ്റെ പ്രിയരെ, ഞാനൊരു സത്യം പറയട്ടെ. അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും വിശുദ്ധി അത്യാവശ്യമാണ്. വേല വ്യത്യാസമായിരിക്കാം. വേലയിലല്ല ദൈവം പ്രസാദിക്കുന്നത്. എൻ്റെ വേല ദൈവം തീരുമാനിക്കട്ടെ, എന്തായിക്കോട്ടെ. ഞാൻ എന്തു വേല ചെയ്യണമെന്നുള്ള അവൻ തീരുമാനിക്കട്ടെ. നായകനാകണ്ട. പക്ഷെ അതിനേക്കാൾ വലിയ വേല ദൈവം ചെയ്യിപ്പിക്കും, പ്രതിഫലമുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ദൈവത്തോട് കൂറും വിശ്വസ്തതയും സ്നേഹവും പറ്റിച്ചേരുന്ന ഒരു ഹൃദയമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി നാം ഇത് നേടിയെടുത്തില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും. അപ്പനെ ഭയക്കുന്ന മക്കളുണ്ടോ? അപ്പൻ്റെ പിന്നാലെ പോകുന്ന മക്കളുണ്ടോ? വളരെ അപൂർവമാണ്. ഒരാൾ ദൈവസന്നിധിയിൽ നിന്നാൽ മക്കൾക്ക് ആ ഭയം വേണം, ഭാര്യയ്ക്ക് ആ ഭയം വേണം. അവർ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും അപ്പനിലൊരു തീജ്വാല ഇറങ്ങി നിൽക്കുന്നുണ്ടെന്ന് അവർ തിരിച്ചറിയണം. അവർ തെറ്റിലേക്ക് പോകില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ നിർത്താൻ ശ്രമിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലേബ് ഒരു ചോദ്യചിഹ്നവുമല്ല. നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ, നമുക്ക് സ്വന്തമാക്കാവുന്നേ ഉള്ളൂ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് ഇന്നും വെട്ടിത്തിളങ്ങുകയാണ്. സകല ബന്ധനങ്ങൾ അഴുകുന്ന ക്രൂശ് അവിടെയുണ്ട്. രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അസാധ്യ കാര്യം സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ കരം പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവം ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഈ പുതിയ നൂറ്റാണ്ടിൽ കൃപയുടെ കാലത്തിൽ നമുക്കിത് സാധിക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ തികഞ്ഞ അവിശ്വാസികളാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഇത് സാധ്യമായ കാര്യമാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് വിട്ടുത്തിളങ്ങുന്ന ക്രൂശുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് ഈ സുന്ദരമായ ജീവിതം സ്വന്തമാക്കാം. ദൈവന് നിങ്ങൾക്ക് കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം.